പരിശുദ്ധമായ പരിപാവനമായ റമദാനിൻ്റെ അതിശ്രേഷ്ഠമായ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധമായ റമദാനിൻ്റെ അവസാന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട ഏതാനും രാവുകൾ മാത്രമാണ് നമ്മളിലുള്ളത്. അള്ളാഹു ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നമുക്ക് തരട്ടെ, ആമീൻ. അതോടൊപ്പം തന്നെ ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഓരോ ആണും പെണ്ണും മുസ്ലിമായ ആളുകൾ അവർ പ്രത്യേകം ശ്രദ്ധിച്ച് നിർവഹിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. അതിനെപ്പറ്റി ഞങ്ങൾക്കറിയാം ഉസ്താദെ, അറിയാം. പക്ഷേ അറിയില്ലാത്ത ഒരു കൂട്ടം കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. തസ്ബീഹ് നിസ്കാരം, അതിൻ്റെ രൂപം, അതിൻ്റെ നിയ്യത്ത്, ഏത് സൂറത്ത്, അതിൽ എത്ര പ്രാവശ്യം തസ്ബീഹ് പറയണം, ഏത് തസ്ബീഹ് എങ്ങനെയാണ് പറയേണ്ടത്, അതുപോലെ തന്നെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുദൂ മുറിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ നിസ്കാരം പൂർത്തിയാക്കേണ്ടത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന അതിശ്രേഷ്ഠമായ ഈ രാവുകളിൽ തസ്ബീഹ് നമസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നാണ് ഉസ്താദെ ഞങ്ങൾ നിസ്കരിക്കേണ്ടത്? സ്ത്രീകൾ ഈ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും അവർക്ക് പറ്റുന്ന ചില അബദ്ധങ്ങൾ, അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം തന്നെ തസ്ബീഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ നമുക്കറിയാവുന്നത് പറയാം. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ഒരു ദിക്ർ പറഞ്ഞാൽ തീ പാറുന്ന വേഗതയിൽ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. ഏതാണ് ആ ദിക്ർ, എത്ര പ്രാവശ്യം പറയണം, മുഴുവനും അടങ്ങിയ വീഡിയോ നിങ്ങൾ കാണണേ. മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ വിശുദ്ധമായ റമദാനിൽ ചെയ്യുന്ന അമലുകളെല്ലാം നല്ല റാഹത്തോടെ ഖൈറായി ചെയ്യുവാനും അത് അല്ലാഹു തആല സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇനിയുള്ള വളരെ ശ്രേഷ്ഠമായ രാവുകളിലും പകലുകളിലും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ റമദാൻ തുടങ്ങിയ അന്നു മുതൽ നമ്മളൊക്കെ ഒരുപാട് മറ്റ് മാസങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതലായി സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ അധികരിപ്പിക്കുന്നവരാണ്. ഇപ്പോൾ ഓരോ ഫർദ് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ ലുഹാ നിസ്കാരം, അതുപോലെ വിത്തർ, അതുപോലെ തറാവീഹ്, അതുപോലെ തന്നെ ലുഹാ നമസ്കാരം, അവ്വാബിൻ നിസ്കാരം, അതുപോലെ തഹജ്ജുദ് നിസ്കാരം, ഇതൊക്കെ നമ്മൾ അൽഹംദുലില്ലാഹ് മറ്റു മാസങ്ങളിൽ പലപ്പോഴും ചെയ്യാതിരുന്ന നിസ്കാരം ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അതുപോലെ മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യാതെയുള്ള ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. അതിശ്രേഷ്ഠമായൊരു നിസ്കാരമാണ്. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഉസ്താദെ, കുറച്ച് തസ്ബീഹ് ചൊല്ലുന്ന നിസ്കാരമല്ലേ? ആണ്. പക്ഷേ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. നമ്മളിപ്പോൾ എത്ര വിശദീകരിച്ചു കൊടുത്താലും ആളുകളുടെ സംശയം പല രൂപത്തിലാണ്. നമ്മൾ വിചാരിക്കാത്ത തരത്തിലാണ് തസ്ബീഹ് നിസ്കരിക്കുന്നത്. തസ്ബീഹ് നിസ്കാരത്തിൽ അതുപോലെ മറ്റു നിസ്കാരങ്ങളുടെ സംശയങ്ങൾ വരുന്നത്. ഒരാൾ ചോദിച്ചത്, ഉസ്താദെ ഈ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ അവസാനത്തെ റക്അത്തിൽ, 4 റക്അത്ത് അവസാനത്തെ റക്അത്തിൽ നമ്മൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞാൽ നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റില്ല. കാരണം നാം തസ്ബീഹ് നിസ്കാരമല്ലേ, അത്രയും ലോങ് ആയി നിസ്കരിച്ച് വന്നിട്ട് പിന്നെ വുളു മുറിഞ്ഞാൽ പിന്നെ വുളു എടുത്തിട്ട് വന്ന് പിന്നെ ആദ്യം തൊട്ട് നിസ്കരിക്കണോ? ഇനി വുളു മുറിഞ്ഞാൽ തന്നെ നമ്മൾ ആ വുളു എടുത്ത് വന്നിട്ട് ബാക്കി നിസ്കരിച്ചാൽ മതിയോ? അങ്ങനെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംശയങ്ങൾ ന്യായമാണ്. ഇൻഷാ അല്ലാഹ് അതുപോലുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയും മറ്റ് തസ്ബീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപ്പെട്ട ചില അറിവുകളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾ തസ്ബീഹ് നമസ്കാരം അതിൻ്റെ രൂപവും അതിൻ്റെ മഹത്വവും അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടും ആ നിസ്കാരം അവൻ മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ പരിശുദ്ധമായ ഈ ദീനിനെ നിസ്സാരമാക്കി അല്ലെങ്കിൽ ദീനിനെ കളിയാക്കിയവനെ പോലെയാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ലാ യസ്മഉ ബിഅലീമി ഫളിഹ ഇല്ലാ മുതഹാമിനും ബിദ്ദീൻ എന്നാണ്. അതായത് ദീനിനെ കളിയാക്കുന്ന നിസ്സാരമാക്കിയവനായി മാറും ആര്? ഈ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ രൂപവും അതിൻ്റെ കോലവും ഒക്കെ മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം ആ നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ. പിന്നെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറയുകയാണ്, അലാ ഉഅ്തിയക അലാ അംനഹുക അലാ അഹ്ബൂക അലാ അഫ്അലു ബിക 10 ഖിസ്വാൽ ഇദാ അൻത ഫഅൽത
ദാലിക ഗഫറല്ലാഹു ലക ദംബക അവ്വലഹു വആഖിറഹു ഖദീമഹു വഹദീസഹു ഖതഅഹു വഅംദഹു സഗീറഹു വകബീറഹു സിർറഹു വഅലാനിയത. എന്താ ഉസ്താദെ പറഞ്ഞത്? ഒരു ഹദീസ് ഞാൻ ഓതിയതാണ്, ഒരു പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ഒരു സമ്മാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, ഒരു സംഭാവന തരട്ടെ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് 10 നന്മയുണ്ട്, 10 ഗുണമുണ്ട്. അതായത് ചെറുതും വലുതുമായ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ, മനഃപൂർവ്വം ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായ, പരസ്യമായ, ഒറ്റക്ക് ചെയ്ത, കൂട്ടായി ചെയ്ത, ആദ്യം ചെയ്ത, അവസാനം ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരുന്ന ഒരു സമ്മാനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ പറഞ്ഞു തരൂ നബിയെ. എന്നിട്ട് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത് ഈ തസ്ബീഹ് നമസ്കാരത്തെ പറ്റിയാണ്. നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം ചെയ്തത്, അവസാനം ചെയ്തത്, ചെറുത് വലുത്, രഹസ്യം പരസ്യം, അതുപോലെ തന്നെ ഒറ്റക്ക് കൂട്ടായി, ഒരുപാട് തെറ്റുകൾ. ആ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ ഈ ഒരു നിസ്കാരം മാത്രം മതി. അതിൻ്റെ പേരാണ് തസ്ബീഹ് നമസ്കാരം. ചെയ്യേണ്ടത് ഇത്ര മാത്രം. 4 റക്അത്ത് ആണ് നിസ്കാരം. നമ്മളിപ്പോൾ ളുഹർ നിസ്കരിക്കുന്നു, അസ്ർ നിസ്കരിക്കുന്നു, അതൊക്കെ 4 റക്അത്തല്ലേ? അപ്പോൾ അതുപോലെ 4 റക്അത്ത്. അപ്പോൾ 4 റക്അത്ത് നിസ്കാരം. അതിൽ പ്രത്യേകം മറ്റ് നിസ്കാരങ്ങളെക്കാൾ ഒരു പ്രത്യേകതയുള്ളത് 75 പ്രാവശ്യം ഒരു റക്അത്തിൽ നമ്മൾ ഒരു തസ്ബീഹ് പറയണം. 2 റക്അത്തിൽ കൂടി എത്രയായി? 150 ആയി. അതുപോലെ 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. മൊത്തം 4 റക്അത്തിൽ 300 തസ്ബീഹ് പറയണം. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെപ്പോൾ പറയണം, എവിടെ പറയണം, എങ്ങനെ പറയണം, എന്തിന് പറയണം, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ പോവാണ്. തസ്ബീഹ് നമസ്കാരം 4 റക്അത്താണ്. 4 റക്അത്ത് എങ്ങനെ നിസ്കരിക്കാം? നമ്മൾ സാധാരണ ളുഹർ നിസ്കരിക്കുന്നത് പോലെ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം. 1 റക്അത്ത് നിസ്കരിച്ചു, 2 റക്അത്ത് നിസ്കരിച്ചു, 2ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്ത് ഇരുന്നു, എന്നിട്ട് പിന്നെ നമ്മൾ സലാം വീട്ടാതെ 3ാമത്തെ റക്അത്തിലേക്ക് വന്നു, പിന്നെ അത് കഴിഞ്ഞ് 4ാമത്തെ റക്അത്തിൽ നമ്മൾ ഇരുന്ന് സലാം വീട്ടുന്നു. ഇങ്ങനെ ളുഹർ, അസ്ർ, ഇശായൊക്കെ നിസ്കരിക്കുന്നത് അങ്ങനെ നമുക്ക് നിസ്കരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സുബഹി നിസ്കരിക്കുന്നത് പോലെ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ട് സലാം വീട്ടി, പിന്നെയും ഒരു സുബഹി നിസ്കരിക്കുന്നത് പോലെ വീണ്ടും നമ്മൾ എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, വീണ്ടും 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നു. ഇങ്ങനെയും നിസ്കരിക്കാം. അപ്പോൾ 2 രൂപത്തിൽ നിസ്കരിക്കാം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുന്നു, എന്നിട്ട് സലാം വീട്ടി, പിന്നെയും 2 റക്അത്ത് നമസ്കരിക്കുന്നു. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓരോ 2 റക്അത്തിൻ്റെയും ഇടയിൽ നിയ്യത്ത് വെക്കണം എന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിയ്യത്ത് എന്താ? മറ്റ് നമസ്കാരങ്ങളെ പോലെ തന്നെ നിയ്യത്ത്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ 4 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. മനസ്സിലായില്ലേ? ഇത് 4 റക്അത്ത് നിസ്കരിക്കുന്ന ആളുടെ നിയ്യത്ത്. ഇനി 2 റക്അത്ത് വീതം നിസ്കരിക്കുന്ന ആളാണെങ്കിൽ 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. എന്നിട്ട് ആ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ എഴുന്നേറ്റ് 2 റക്അത്ത് കൂടി തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കൽ സുന്നത്തില്ലാത്ത നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. ഇമാമും ജമാഅത്തുമായിട്ട് ഇത് ഒറ്റക്ക് നിസ്കരിക്കൽ. അങ്ങനെ നിസ്കരിച്ചാലാണ് ഈ നിസ്കാരം ഒരു റാഹത്താവും. ഇമാമും ജമാഅത്തായി നിസ്കരിക്കും. കാരണം തസ്ബീഹ് ചെല്ലുന്നത് ചിലപ്പോൾ ചില ആളുകൾ സ്പീഡിൽ ചൊല്ലും, ചില ആളുകൾ പതുക്കെ ചെല്ലും, ചില ആളുകൾ എണ്ണം ഒന്ന് കറക്റ്റാക്കി ചെല്ലുമ്പോഴൊക്കെ ചിലപ്പോൾ ഇമാമൻ ചിലപ്പോൾ സ്പീഡ് കൂടുതലുള്ള ആളായിരിക്കാം, ചിലപ്പോൾ സ്പീഡ് ഒട്ടും ഇല്ലാത്ത ആളായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഒരു വസ്വാസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും ഖൈർ. പിന്നെ ചില പള്ളികളിലും ചില സ്ഥലത്തും ഇമാമും ജമാഅത്തുമായിട്ടല്ല, അല്ലാതെ ഈ പഴയ കാർന്നോമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഈ എണ്ണവും അതൊക്കെ മാറിപ്പോവാതിരിക്കാൻ ഒരു ഇമാമിനെ പോലെ, ഇമാമല്ല എന്നാൽ ഇമാമിനെ പോലെ ഒരാൾ എന്നിട്ട് ഉറക്കെ നിസ്കരിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല, കാരണം ഇമാമും ജമാഅത്തുമായിട്ടല്ല നിസ്കരിക്കുന്നത്, ഒരാളൊന്ന് ഉറക്കെ പറയുന്നു എന്ന് മാത്രം. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലത് എന്താ? ഒറ്റക്ക് റാഹത്ത്, ആ ലൈറ്റൊക്കെ നനച്ചിട്ട് ഒരു റാഹത്തായി ആ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ നിസ്കരിക്കുക. അതാണ് എന്താ പറയുക, നിസ്കരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാകും റാഹത്തായിട്ട്. ഉമ്മമാർക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ റൂമിൽ നിസ്കരിക്കാവുന്നതാണ്. ചില ആളുകൾ ചോദിക്കും, ഇത് ആണുങ്ങൾക്കുള്ള നിസ്കാരമല്ല, പെണ്ണുങ്ങൾക്ക് എന്താ? ഇത് ആണുങ്ങൾക്കും സുന്നത്താണ്, സ്ത്രീകൾക്കും സുന്നത്താണ്. ഇത് ആണുങ്ങൾക്ക് വീട്ടിൽ നിസ്കരിച്ചാലും കൂലിയുണ്ട്, അതുപോലെ തന്നെ ആണുങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചാലും കൂലിയുണ്ട്. പെണ്ണുങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇത് നിസ്കരിക്കേണ്ടത്. ഇനി എല്ലാ ദിവസവും നിസ്കരിക്കണോ ഉസ്താദേ? എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആളുകളുണ്ട്. എല്ലാ ദിവസവും നിസ്കരിച്ചാൽ അത് വലിയ പുണ്യമാണ്. ഒന്നുകിൽ എല്ലാ ദിവസവും,
അല്ലെങ്കിൽ ആഴ്ചയിലൊന്ന്, അതായത് എല്ലാ വെള്ളിയാഴ്ച രാവിലെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിലോ, അല്ലെങ്കിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മുസ്ലിം നിസ്കരിച്ചിരിക്കേണ്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. അപ്പോൾ നിയ്യത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, റക്അത്തിൻ്റെ കാര്യം പറഞ്ഞു. വേറെ ഒന്നുമില്ല, നിയ്യത്തിൽ ശ്രദ്ധിക്കാൻ തസ്ബീഹ് നിസ്കാരം എന്നുള്ള ആ ഒരു വാക്ക് വരണം. ഉസല്ലി സ്വലാത്ത തസ്ബീഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. അതായത് 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. ഇതാണ് നിയ്യത്ത്. അത് അറബിയിൽ തന്നെ വെക്കണമെന്നില്ല, മലയാളത്തിൽ പറഞ്ഞാലും മതി. മലയാളത്തിൽ തന്നെ പറയണമെന്നില്ല, അറബിയിൽ വെച്ചാലും മതി. രണ്ടും പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പിന്നെ മൊത്തം 4 റക്അത്താണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഉസ്താദേ, ഇത് പകലിലാണോ രാത്രിയിലാണോ? എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം. പകലിൽ നിസ്കരിച്ചാലും കൂലിയാണ്, രാത്രി നിസ്കരിച്ചാലും ഇത് കൂലിയുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് അയാൾക്ക് രാത്രി ഫുൾ ഡ്യൂട്ടി ആയിരിക്കും, പകലേ നിസ്കരിക്കാൻ പറ്റൂ. അങ്ങനെ പകൽ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഈ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് നല്ലത്. ഈ നമ്മൾ ളുഹറൊക്കെ നിസ്കരിക്കുന്ന പോലെ 4 റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കലാണ് പകലിൽ നിസ്കരിക്കുന്ന ആൾക്ക് ഈ തസ്ബീഹ് നിസ്കാരം ആ ഒരു രൂപത്തിലാണ് നിസ്കരിക്കൽ നല്ലത്. രാത്രി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി വീണ്ടും എഴുന്നേറ്റ് നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിക്കലാണ് നല്ലത്. ഇത് 27-ാം രാവ് സ്പെഷ്യൽ നിസ്കാരമല്ല ഈ തസ്ബീഹ്. ആര് പറഞ്ഞു 27-ാം രാവാണെന്ന്? 27-ാം രാവിനെങ്കിലും നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഉസ്താദുമാർ അങ്ങനെ പറയുന്നത്. നമ്മളിത് 1 തൊട്ടേ തുടങ്ങണം. 1, 2 റമദാൻ മുഴുക്കെ നിസ്കരിക്കേണ്ട നിസ്കാരമായിരുന്നു. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ ഉമ്മമാരുണ്ട്. തസ്ബീഹ് നിസ്കാരം അല്ലാത്ത മാസങ്ങളിലും റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ റമദാനിൽ തന്നെ മുടക്കാതെ നിസ്കരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ കൃത്യമായ സമയമില്ല ഇത്. രാത്രി വേണമെങ്കിൽ മാറ്റി നിസ്കരിക്കാം, പകൽ വേണമെങ്കിൽ പകൽ നിസ്കരിക്കാം, സൗകര്യമുള്ള സമയത്ത് നമുക്ക് നിസ്കരിക്കാം. പിന്നെ റമദാനിലെ രാത്രികളിൽ ഒറ്റ രാവുകളിൽ പ്രത്യേകിച്ച് 27 രാവിനെയൊക്കെ ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഒരു സമയം കൂടി ഇബാദത്തിൽ ഏർപ്പെടാൻ ഈ നിസ്കാരം നിസ്കരിക്കാം. അതാണ് 27 രാവിനെയൊക്കെ നമ്മൾ സ്പെഷ്യലായി ഈ നിസ്കാരം നിസ്കരിക്കുന്നത്. 27 രാവിനല്ല, നമ്മൾ ഇത്തിക്കാഫിനെ കരുതുന്ന അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റിനെ കരുതി രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഈ നിസ്കാരം പറ്റിയതാണ്. ഇനി ഈ നിസ്കാരത്തിൻ്റെ കോലം, രൂപം, നിയ്യത്ത് വെച്ചു, അല്ലാഹു അക്ബർ, കൈകെട്ടി. അത് കഴിഞ്ഞ് വജ്ജഹ്തു വജീഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ, ആ വജ്ജഹ്തു ഓതുക. ഇനി വജ്ജഹ്തു കുറേ ഉണ്ട് ഉസ്താദെ, അല്ലെങ്കിൽ തന്നെ ഈ തസ്ബീഹൊക്കെ പറയുമ്പോൾ ഒരുപാട് നേരമില്ല. വജ്ജഹ്തു ഒഴിവാക്കട്ടെ എന്ന് ചോദിക്കുന്ന വജ്ജഹ്തു ഒഴിവാക്കൽ കറാഹത്താൻ. ഇനി വജ്ജഹ്തു ഫുള്ളായി ഓതൽ മടിയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ മടിക്കാൻ പാടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും വജ്ജഹ്തു ഒഴിവാക്കുകയാണ് എന്ന് ഒരാൾ ഉദ്ദേശിച്ചാൽ കറാഹത്ത് അവിടെ വരാതിരിക്കാൻ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് എന്നോ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്നോ പറയൽ സുന്നത്താണ്. കാരണം എന്താ? ആ ഒരു കറാഹത്ത് ഒഴിവാക്കാൻ. അപ്പോൾ അല്ലാഹു അക്ബർ കൈകെട്ടി തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വജ്ജഹ്തു ഓതുക. അത് കഴിഞ്ഞിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ഒരു സുന്നത്തായ സൂറത്തുണ്ട്. ഏതാണത്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ എന്നുള്ള സൂറത്തു തകാസുർ ഓതൽ പ്രത്യേകം സുന്നത്താണ്. അത് അറിയില്ല ഉസ്താദെ, അറിയില്ലെങ്കിൽ അറിയാവുന്ന സൂറത്ത് ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് മാത്രം അറിയൂ എങ്കിൽ അത് മാത്രം ഓതിയാലും മതി. അത് ഓതുക. ആ സൂറത്ത് ഓതിയതിന് ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നോ പറയൽ സുന്നത്താണ്. ആദ്യം പറഞ്ഞ രൂപമാണ് ഏറ്റവും ഖൈറായത്. രണ്ടാമത് പറഞ്ഞതും കുഴപ്പമില്ല. ഉസ്താദ് ഈ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അങ്ങനെ കൂട്ടി പറയണോ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞാലും മതി. പക്ഷേ പൂർണ്ണമായ രൂപം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. ചില ആളുകൾ പറയും, ഓ ഇത് വലിയ ഒരു ദിക്റാണല്ലോ ഉസ്താദെ. വലുതൊന്നുമല്ല, ഇത് സാധാരണ നമ്മൾ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറയൂലേ, ആ ദിക്ർ തന്നെയാണ്. അതൊന്ന് കൂട്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത് 15 പ്രാവശ്യം പറയണം. ഉസ്താദ് അത് എങ്ങനെ എണ്ണം എങ്ങനെ കിട്ടും? നമ്മളിങ്ങനെ കൈ കെട്ടിയിട്ടില്ലേ? അപ്പോൾ നമ്മൾ പതിയെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ കൈയൊന്ന് അനക്കുക കേട്ടാ. ഇവിടെ പിന്നെ രണ്ടാമത് 2, പിന്നെ 3, പിന്നെ 4, പിന്നെ 5, പിന്നെ 6, 7, 8, 9, 10, 11, 12, 13, 14, 15. നമുക്ക് അങ്ങനെ എണ്ണം കിട്ടൂല ഉസ്താദെ. അതിന് കിട്ടണം.
കാരണം എന്താണ്? നമ്മൾ തസ്ബീഹ് നിസ്കാരമാണ്, വളരെ ശ്രദ്ധയോടുകൂടി നിസ്കരിക്കേണ്ട നിസ്കാരമാണ്, ശ്രദ്ധ മാറിപ്പോവാതെ നമ്മൾ സൂക്ഷിക്കേണ്ട നിസ്കാരമാണ്. പിന്നെ എണ്ണുന്ന സമയത്ത് തുടർച്ചയായി നമുക്ക് ഏതായാലും എണ്ണം വരില്ല, കാരണം നമ്മൾ എന്താണ് ദിക്ർ ചൊല്ലിയിട്ടാണല്ലോ എണ്ണുന്നത്. തുടർച്ചയായിട്ട് ഇങ്ങനെ വരാൻ പാടില്ല, അങ്ങനെ വന്നാൽ നമുക്ക് നിസ്കാരം ബാത്തിലായി പോകും. അപ്പോൾ എന്താണ്, തുടർച്ചയായിട്ട് ആ ഒരു അനക്കം വരാതെ നമ്മൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അങ്ങനെ എണ്ണുക. ഒരു ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെയാണ് നമ്മൾ തസ്ബീഹ് ചൊല്ലേണ്ടത് നൃത്തത്തിൽ. അങ്ങനെ തസ്ബീഹ് ചൊല്ലി 15 പ്രാവശ്യം. പിന്നെ നമ്മൾ പോകുന്നു അല്ലാഹു അക്ബർ, റുക്കൂഇലേക്ക് പോകുന്നു. റുക്കൂഇൽ നമ്മൾ സാധാരണ പറയുന്ന സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, അത് 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു 10 പ്രാവശ്യം അവിടെ നേരത്തെ പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ആ ഒരു ദിക്ർ 10 പ്രാവശ്യം പറയുക. അപ്പോൾ നമ്മുടെ വിരൽ കൊണ്ട് മുട്ടിൽ പിടിച്ചിട്ടില്ലേ, അപ്പോൾ നമുക്ക് പതിയെ എണ്ണാൻ പറ്റും. സാധാരണ നമ്മൾ റുക്കൂയിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഇച്ചിരി നേരം നിൽക്കുന്നു, അത്രേ ഉള്ളൂ, വ്യത്യാസം വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇഅ്തിദാൽ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇഅ്തിദാലിലേക്ക് വന്നു. ഇഅ്തിദാലിൽ നമ്മൾ എന്ത് പറയും? റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദ്, അത് പറഞ്ഞതിന് ശേഷം 10 പ്രാവശ്യം എന്ത്, ഇപ്പോൾ നമ്മൾ കൈ താത്തിയിട്ടേക്കുവാണല്ലോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ സുജൂദിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ എന്ത് പറയും? സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി 3 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ സുജൂദിൽ പിന്നെ നമുക്ക് എന്താണ്, കൈ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ എണ്ണാൻ കുഴപ്പമില്ല, വേറെ തടസ്സമൊന്നുമില്ല. ഒരു 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് പിന്നെ ഇരുത്തം, നമ്മൾ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വന്നു. അവിടെ റബ്ബി ഗുഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, അവിടെയും 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് പിന്നെ 2ാമത്തെ സുജൂദ്, അവിടെയും നമ്മൾ സുജൂദിൽ പറയുന്ന സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി പറഞ്ഞിട്ട് അവിടെയും നമ്മൾ 10 പ്രാവശ്യം. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഇസ്തിഹാറത്തിൻ്റെ ഇരുത്തമുണ്ട്, ഒരു ഇസ്തിഹാറത്തിൻ്റെ ഇരുത്തം. അതായത് ഒന്ന് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒന്നിരുന്നിട്ട് നമ്മൾ 2ാമത്തെ റക്അത്തിലേക്ക് വരിക, ഒരു റാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് ഇസ്തിഹാറത്തിൻ്റെ ഇരുത്തം. അവിടെ പ്രത്യേകിച്ച് ദിക്റൊന്നും പറയലില്ല. അപ്പോൾ അവിടെ ആ ഒരു ഇരുത്തത്തിൽ ഒരു 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പറയുക. എന്നിട്ട് പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ. അപ്പോൾ ആ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ 75 ദിക്റാണ്, അതായത് നൃത്തത്തിൽ 15, പിന്നെ റുക്കൂഇൽ 10, ഇഅ്തിദാലിൽ 10, ആദ്യത്തെ സുജൂദിൽ 10, പിന്നെ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ 10, പിന്നെ 2ാമത്തെ സുജൂദിൽ 10, പിന്നെ അതുപോലെ തന്നെ ഇസ്തിഹാറത്തിൻ്റെ ഇരുത്തം, ആ റാഹത്തിൻ്റെ ഇരുത്തം അതിലും 10, മൊത്തം 75 ദിക്റാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റക്അത്തിൽ 75, പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ വന്നു അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് പിന്നെ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയതിന് ശേഷം പിന്നെ 2ാമത്തെ റക്അത്തിൽ സുന്നത്തായ സൂറത്തുൽ അസ്ർ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അത് അറിയാമെങ്കിൽ അത് ഓതുക, ഇല്ലെങ്കിൽ അറിയാവുന്ന സൂറത്ത് ഓതുക, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ സൂറത്ത് അത് ഓതിയതിന് ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 2ാമത്തെ റക്അത്തിൽ റുക്കൂഇലേക്ക് പോകുന്നു. അവിടെ ആ റുക്കൂഇൽ പറയേണ്ട ദിക്റിന് ശേഷം 10 പ്രാവശ്യം, പിന്നെ ഇഅ്തിദാലിൽ വരുന്നു, അതിൻ്റെ ദിക്റിന് ശേഷം 10 പ്രാവശ്യം, പിന്നെ നമ്മൾ സുജൂദിലേക്ക് പോകുന്നു. സുജൂദിൽ പറയേണ്ട ദിക്റിന് ശേഷം 10 പ്രാവശ്യം ഈ തസ്ബീഹ് പറയുക, പിന്നെ ഇടയിലെ ഇരുത്തം അതിലും 10 പ്രാവശ്യം, പിന്നെ 2ാമത്തെ സുജൂദ് അതിലും 10 പ്രാവശ്യം, പിന്നെ നമ്മൾ അത്തഹിയാത്തിൽ ഇരിക്കുന്നു. അത്തഹിയാത്തിൽ ഇരുന്നിട്ട് ആദ്യം അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് സലാമ അത് പറയുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് അത് പറയുക. അത് കഴിഞ്ഞ് പിന്നെ എന്താ, നമ്മൾ ദുആ പറയൂലേ, അത് ദുആ പറയൽ സുന്നത്താണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന എന്ന് പറഞ്ഞാലും മതി, പക്ഷേ ഏതായാലും നമ്മൾ നിസ്കരിക്കുന്നു, ആ റാഹത്തായിട്ട് അങ്ങോട്ട് നിസ്കരിക്കട്ടെ. അവസാനത്തെ അത്തഹിയാത്തിൽ പറയുന്ന ആ ദുആയും നല്ലതാണ്, അത് ഓതാം. ഓതിയില്ല എന്ന് വെച്ച് ഇപ്പോൾ നിസ്കാരം ബാത്തിലാവുന്നില്ല, അത് ഓതാം. അത് ഓതിയിട്ട് അത്തഹിയാത്തിന് ശേഷം എന്ത്, ഒരു 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടുക. അപ്പോൾ 2 റക്അത്തായി, 2 റക്അത്തിൽ കൂടി 150 ദിക്ർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സലാം വീട്ടി ഒന്നുകൂടെ എഴുന്നേറ്റിട്ട് അപ്പം തന്നെ എഴുന്നേൽക്കണമെന്നില്ല, വേണമെങ്കിൽ ഒന്ന് ചായ കുടിക്കാം, വിശ്രമിക്കാം. ആ ഒരു രൂപത്തിൽ തന്നെ കൊണ്ട് നിസ്കരിച്ച് പോയാൽ ഖൈറാണ്. നമ്മൾ എഴുന്നേറ്റിട്ട് പിന്നെ എന്ത് ചെയ്യുക, വീണ്ടും 2 റക്അത്ത് തസ്ബീഹ് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. നേരത്തെ ചെയ്ത അതേ രൂപം തന്നെ ഇവിടെയും ആവർത്തിക്കുക. പിന്നെ സൂറത്തിൽ വ്യത്യാസമുണ്ട്. 2ാമത് നമ്മൾ നിസ്കരിക്കുമ്പോൾ, അതായത് 3ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 4ാമത്തെ അവസാനത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ് ഓതേണ്ടത്.
എന്നിട്ട് നമ്മൾ അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീട്ടുക. ഈ ഒരു തസ്ബീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ദുആ, തസ്ബീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുപാട് ദുആകൾ ഒരുപാട് കിതാബിൽ കാണാം. ഇവിടെ നമ്മൾ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഇത് നമ്മൾ അള്ളാഹിൻ്റെ ഒരു ഇസ്മ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് ഒരു മനുഷ്യൻ തസ്ബീഹ് നമസ്കാരത്തിന് ശേഷം ഒരു 11 വട്ടം അവൻ പറഞ്ഞാൽ തീ പാറുന്ന വേഗതയിൽ അവൻ്റെ പ്രതിസന്ധികൾ മാറുകയും അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവൻ്റെ വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ ഉടനടിയുള്ള പരിഹാരം അവനിക്ക് കാണാൻ പറ്റുന്നതാണ് എന്ന് ചില മഹത്തുക്കൾ കിതാബിൽ എഴുതിയിട്ടുണ്ട്. വേറൊന്നുമില്ല, യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യായ അള്ളാഹ്, ഖയ്യൂമായ അള്ളാഹ്, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കരുണ കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ് എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഈ ദിക്ർ ഒരു 11 വട്ടം ഓതുക. അതല്ലാതെ മറ്റ് ദിക്റുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത, അതുപോലെ തന്നെ ഒന്നാമത്തെ 10 പറയുന്ന അല്ലാഹുമ്മ റഹംനി, രണ്ടാമത്തെ 10 പറയുന്ന അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, മൂന്നാമത്തെ 10 പറയുന്ന 2 ദുആ, ഇതൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞിട്ട് നമുക്കെല്ലാം അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ പറയാനും ദുആ ചെയ്യാനും പറ്റുന്ന ഒരു സന്ദർഭമാണ് തസ്ബീഹ് നമസ്കാരത്തിന് ശേഷമുള്ള സമയം. ഇനി ചില ആളുകൾ ചോദിച്ചു, ഉസ്താദേ ഈ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഇടയിൽ വുളൂ പോയാൽ, വുളൂ മുറിഞ്ഞാൽ ഞങ്ങൾ വുളൂ എടുക്കണോ? വുളൂ എടുക്കണം. തസ്ബീഹ് നിസ്കാരം എന്നല്ല, ഏത് നിസ്കാരത്തിൻ്റെ ഇടയിലും വുളൂ മുറിഞ്ഞാലും അതെപ്പോൾ, ചിലപ്പോൾ നൃത്തത്തിലാവാം, റുക്കൂയിലാവാം, സുജൂദിലാവാം, അല്ലെങ്കിൽ അത്തഹിയാത്തിൽ സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പാവാം. അസ്സലാ എന്ന് പറയുമ്പോൾ തന്നെ വുളൂ മുറിഞ്ഞാലും അവിടെ നിസ്കാരം പോയി. എന്ത് ചെയ്യണം? വുളൂ രണ്ടാമതെടുത്തിട്ട് ആദ്യം തൊട്ട് നിസ്കരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ തസ്ബീഹ് നിസ്കാരത്തിലോ, തസ്ബീഹ് നിസ്കാരത്തിൽ വുളൂ മുറിഞ്ഞാൽ വുളൂ എടുക്കണ്ടെന്നോ അല്ലെങ്കിൽ വുളൂ ഇല്ലാതെ പിന്നെ ബാക്കി തുടരാമെന്നോ ഒരു കിതാബിലില്ല, ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. വുളൂ ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വുളൂ എടുത്തിട്ട് വരിക. പിന്നെ ചില ആളുകൾ ചോദിച്ചു, ഉസ്താദേ ഞങ്ങളിപ്പോൾ തസ്ബീഹ് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോഴാണ് വുളൂ മുറിഞ്ഞത്, അപ്പോൾ ഞങ്ങൾ നിസ്കാരം ബാത്തിലായി. വുളൂ മുറിയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഗുഹ്യ അവയവത്തിൽ തൊടുക, അല്ലെങ്കിൽ കീഴ്വായി പോവുക, അങ്ങനെ എന്തെങ്കിലും സാഹചര്യം, മനുഷ്യനാണല്ലോ, അങ്ങനെ സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? പോയി വുളൂ എടുത്തിട്ട് രണ്ടാമത്തെ റക്അത്തല്ല ആദ്യം തൊട്ട് നിസ്കരിക്കണം. ചില ആളുകൾ അങ്ങനെ വെച്ചിട്ട് തസ്ബീഹ് നിസ്കാരത്തിൽ എവിടെ വെച്ച് വുളൂ മുറിഞ്ഞോ അവിടെ നിർത്തിയിട്ട് വുളൂ എടുത്ത് വന്ന് വീണ്ടും തുറന്നാൽ മതി. അത് ഏത് മസലയാണെന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ട് കേൾക്കുക. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാൽ നമുക്കത് തുടരാമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയൊന്നുമില്ല. എന്താണ്, എവിടെയാണോ നമ്മുടെ വുളൂ മുറിഞ്ഞത് പോയി വുളൂ എടുത്തിട്ട് വരിക, ബാക്കിയല്ല ആദ്യം തൊട്ട് തന്നെ അങ്ങോട്ട് നിസ്കരിക്കുക. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അതുപോലെ തസ്ബീഹ് നിസ്കരിക്കുന്ന സ്ത്രീകൾക്കും ആണുങ്ങൾക്കും ഒക്കെ പറ്റുന്ന ഒരു അബദ്ധമാണ്, തസ്ബീഹ് ചിലപ്പോൾ കൂടിപ്പോകാം, കുറഞ്ഞു പോകാം. അങ്ങനെ കൂടിപ്പോവാനും കുറഞ്ഞു പോകാനും കാരണം എന്താ? ചിന്ത മാറിപ്പോകുന്നത് കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്ത മാറില്ല, നമുക്ക് കറക്റ്റ് തസ്ബീഹൊക്കെ കിട്ടും. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ നാളെ എന്താ നോമ്പ് തുറക്കാൻ വേണ്ടത്, അല്ലെങ്കിൽ നാളെ അവൾ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ട്, എങ്ങനെ പോകും, അല്ലെങ്കിൽ ഉടുപ്പ് എടുത്തിട്ടില്ല, ഉടുപ്പിന് എപ്പോൾ എടുക്കും, ഇപ്പോൾ അവസാനം ആയല്ലോ, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിസ്കരിക്കുന്നു. ആണുങ്ങളാണെങ്കിൽ നാളെ എന്ത് ചെയ്യണം, നാളെ ഓഫീസിൽ പോകണം, നാളെ കടയിൽ പോകണം, പിന്നെ റമദാൻ്റെ എങ്ങനെയാണ് ലീവ് അടക്കേണ്ടത്, പണിക്കാർക്ക് പൈസ കൊടുക്കണ്ടേ, ഇങ്ങനെ പല പല ചിന്തകളാണ് മനസ്സിലേക്ക് വരുന്നത്. പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ IPL ഇപ്പോൾ ആര് ജയിച്ചിട്ടുണ്ടാകും, ആര് തോറ്റിട്ടുണ്ടാകും, എത്ര റൺസ് എടുത്ത്, അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, ഇങ്ങനെ പല പല ചിന്തകളാണ്. അപ്പോൾ ഈ പല ചിന്തകൾ വരുമ്പോഴാണ് നമ്മുടെ തസ്ബീഹുകളുടെ എണ്ണം മാറിപ്പോകുന്നത്. അതുകൊണ്ട് പരമാവധി അങ്ങനെയുള്ള ചിന്തകൾ വരാതെ സൂക്ഷിക്കണം. വരാതെ സൂക്ഷിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്നാമത് ഈ തസ്ബീഹ് നിസ്കരിക്കാൻ പുതിയ വുളു നമ്മൾ എടുക്കുക. എന്നിട്ട് വുളുവിന് ശേഷം ഒരായത്തുൽ കുർസി ഓതുക. എന്തിനാണ്? നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പൈശാചികമായ ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ. അതിനുശേഷം നല്ലതുപോലെ നിയ്യത്തൊക്കെ വെച്ച് റാഹത്തായിട്ട്, മനസ്സിൽ വേറെ ചിന്തകളൊക്കെ ഉണ്ടാവാം, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒക്കെ മാറ്റി വെക്കാം. ചിന്തകൾ വരുമ്പോൾ ആ തസ്ബീഹ് ഒന്ന് ഉറക്കെ അങ്ങോട്ട് പറഞ്ഞാൽ, മനസ്സറിഞ്ഞൊന്ന് പറയേ, അതങ്ങോട്ട് മാറിക്കോളും. പിന്നെയോ അതുപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മൾ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നോതാം. അത് നല്ലതാണ്, അത് പ്രത്യേകം സുന്നത്താണ്. അപ്പോഴെന്താണ്? പിശാചിനെ നമ്മൾ പരമാവധി ഓടിക്കുകയാണ്. ഇത് ഞാൻ നിസ്കാരത്തിലാണ്, ഇതെൻ്റെ തസ്ബീഹ് നിസ്കാരമാണ്, പടച്ചോൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധ മാറിപ്പോവരുതേ. ഉമ്മമാരും ശ്രദ്ധിക്കണേ, ഉപ്പമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി തസ്ബീഹിൻ്റെ എണ്ണം കൂടിപ്പോയി, അല്ലാഹ് ഉസ്താദ് ഞങ്ങൾ അറിയാതെ 20 പറഞ്ഞു, 25 പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് 15 പറയേണ്ട സ്ഥലത്ത് 16 പറഞ്ഞു. ഈ ദിക്ർ 10 പ്രാവശ്യം പറയേണ്ട റുകൂയിലും സുജൂദിലൊക്കെ 11, 12, 13 ഒക്കെ ആയിപ്പോയി. ഉസ്താദെ എന്ത് ചെയ്യും? ഇനി ചിലപ്പോൾ കുറഞ്ഞു പോയി, 9 ആയുള്ളൂ, അതിനു മുമ്പ് ഞങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു, 10 ആക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടാകും. കൂടിപ്പോയെന്ന് വെച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് കൂടിപ്പോയി,
ഇപ്പോൾ ഒരു 12 13 അങ്ങനെ പ്രശ്നമൊന്നും വരും, ഒന്നും കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലാവൊന്നുമില്ല, നിസ്കാരത്തിന് കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു തോന്നലാണ്, ചിലപ്പോൾ അള്ളാഹു ഞാനൊരു 10 പറയേണ്ട സ്ഥലത്ത് 8 പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ 5 പറഞ്ഞുള്ളൂ, 5 പറഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റു. ഇനി 15 പറയേണ്ട, നൃത്തത്തിൽ 15 പ്രാവശ്യമല്ല ദിക്ർ പറയേണ്ടത്, നമ്മൾ ശ്രദ്ധ പെട്ടെന്ന് പോയിട്ട് 10 പ്രാവശ്യം പറഞ്ഞ് നേരെ റുക്കൂവിലേക്ക് പോയി. അതോടൊപ്പം തന്നെ റുക്കൂവിലോ സുജൂദിലോ ഒക്കെ നമ്മൾ ആ സുജൂദിൽ പറയുന്ന ദിക്ർ സുബ്ഹാന റബ്ബിൽ ആല വബിഹംദിഹി അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിൽ അലീം വബിഹംദിഹി, ആ പറയുന്ന ദിക്റിന് ശേഷം എഴുന്നേറ്റു, നമ്മൾ ഈ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അത് പറയാൻ മറന്നുപോയി, അങ്ങനെയൊക്കെ സംഭവിക്കാം, പെട്ടെന്ന് നമ്മൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ നമുക്ക് എത്രയാണോ ദിക്ർ പെൻഡിങ് ഉള്ളത് ആ ഒരു ദിക്ർ നമുക്ക് ഒന്നുകിൽ അത്തഹിയാത്തിലോ അല്ലെങ്കിൽ അടുത്ത ഫർദിലോ നമുക്ക് അത് നിർവഹിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അത്തഹിയാത്തിൽ ഓതലാണ് എല്ലാം കൂടി നമുക്ക് എത്രയുണ്ട്, ചിലപ്പോൾ ഒരു 5 മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫർദിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ 10 ഓതേണ്ട സ്ഥലത്ത് ഓതിയിട്ടില്ല, അത് മറന്നുപോയി. അപ്പോൾ നമുക്ക് എന്തായാലും അതെല്ലാം കൂട്ടി നമുക്ക് അത്തഹിയാത്തിൻ്റെ അത്തഹിയാത്ത് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ അവസാനം സലാം വിട്ടുന്നതിന് മുമ്പ് 10 പ്രാവശ്യം പറയുമല്ലോ, അപ്പോൾ ആ അത്തഹിയാത്തിന് നമുക്ക് അതൊക്കെ കൊണ്ടുവന്നിട്ട് പരിഹരിക്കാവുന്നതാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ മറ്റ് ഫർദുകളിലും നമുക്കത് ഇപ്പോൾ ആദ്യത്തെ സുജൂദിൽ പറയാൻ മറന്നുപോയെങ്കിൽ രണ്ടാമത്തെ സുജൂദിൽ നമുക്കത് നീട്ടാവുന്നത്, അതിനേക്കാൾ നല്ലത് അത്തഹിയാത്തിൽ പറയലാണ് കേട്ടോ. അപ്പോൾ ഇക്കാര്യം ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ, നിങ്ങളും വീട്ടിൽ തന്നെ ഇത് നിസ്കരിക്കണം. ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള നിസ്കാരമല്ല, സ്ത്രീകൾക്കും ഇത് നിസ്കരിച്ചാൽ വലിയ കൂലിയാണ്. ബെഡ്റൂമിൽ തന്നെ നിസ്കരിക്കണോ ഉസ്താദെ, ഹോളിൽ നിസ്കരിച്ചാൽ പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ. പിന്നെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ഹോളിനേക്കാൾ നല്ലത് അവളുടെ ബെഡ്റൂമാണെന്നാണ്, ഏറ്റവും ഉള്ളിൽ അവളുടെ റൂമിൽ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പല വീടുകളിലും നിസ്കാര റൂമെന്ന് പറഞ്ഞ പ്രത്യേക റൂമൊക്കെ ഉണ്ടാവും, അവിടെ നിസ്കരിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നിസ്കരിക്കാം. മെൻസസ് ഉള്ള നിസ്കാരമില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ 25-ാം രാവിന് പറ്റില്ല, ചിലപ്പോൾ 27-ാം രാവിന് പറ്റില്ല, ഇനിയിപ്പോൾ 29-നും പെരുന്നാളിനൊന്നും പറ്റിയിട്ടില്ല, ആ സമയത്തൊക്കെ ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അപ്പോൾ മനസ്സിൽ കരുതും, പടച്ചോനെ ഇത് റമദാനിൽ നിസ്കരിക്കാൻ വേണ്ടി കരുതിയതാണ്, പക്ഷേ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പറ്റിയില്ല, എനിക്ക് ആ റമദാനിൽ നിസ്കരിച്ച പുണ്യം തരണേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സറിഞ്ഞു ദ്വാരക്കാം. അതിൻ്റെ പ്രതിഫലം അള്ളാഹു തടഞ്ഞു വെക്കൊന്നുമില്ല, അള്ളാഹു തരും, അള്ളാഹു തരട്ടെ. അപ്പോൾ പല ആളുകളും ചോദിച്ചത് കളാ വീട്ടാവോ? സ്ഥിരമായി നിസ്കരിക്കുന്ന ആൾക്ക് ഏതെങ്കിലും ഒരു ദിവസം നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ കളാ വീട്ടാം, അല്ലാതെ ഇത് വല്ലപ്പോഴും നിസ്കരിച്ചിട്ട് കളാ വീട്ടാവെന്ന് ചോദിക്കാൻ അതിന് അർത്ഥമില്ല. അതായത് സ്ഥിരമായി എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുന്ന ആളാണ്, ഏതെങ്കിലും ഒരു ദിവസം നിസ്കരിക്കാൻ പറ്റില്ല, അപ്പോൾ അയാൾക്ക് കളാ ആയിപ്പോയി, അത് പിന്നീട് നിസ്കരിക്കാം. എന്നതുപോലെ ഇതിപ്പോൾ റമദാനിൽ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷേ സാഹചര്യം കൊണ്ട് നിസ്കരിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് റമദാൻ കഴിഞ്ഞ ശവ്വാലിൽ ഒക്കെ ഈ ഒരു നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. ഏറ്റവും ഹൈറായ നിസ്കാരമാണ്. നിങ്ങൾ ഉമ്മമാർ ഇതൊക്കെ നിസ്കരിച്ചിട്ട് നല്ലതുപോലെ ദ്വാരക്കുക, നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം, നിങ്ങളുടെ മക്കളുടെ കാര്യം, അതുപോലെ മരുമക്കൾ, പേരക്കുട്ടികൾ, നിങ്ങളുടെ സ്വന്തം കാര്യമൊക്കെ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞ് ദ്വാരക്കുക. സ്ത്രീകളൊക്കെ ദ്വാരക്കുമ്പോൾ വലിയ പ്രതിഫലമാണ്, വലിയ കൂലിയാണ്. അള്ളാഹു തആല വേഗത്തിൽ ദുആ സ്വീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഉമ്മമാർ, സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ. അള്ളാഹു തആല നമ്മുടെ ഈ ഒരു പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അപ്പോൾ തസ്ബീഹ് നിസ്കാരം എപ്പോൾ നിസ്കരിക്കണം, ആര് നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം, എത്ര റക്അത്ത്, നിയ്യത്ത്, സൂറത്ത്, രൂപം, കോലം, അതിൻ്റെ സംശയങ്ങൾ, അതും ഇതും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ഇനി അങ്ങോട്ട് നിസ്കരിച്ചാൽ മതി. പറഞ്ഞപ്പോൾ ഉസ്താദ് ഇത്രയും വലിയ നിസ്കാരമാണോ? ചെറിയ നിസ്കാരമാണ്, പക്ഷേ ഒരുപാട് പേർക്ക് പല സംശയങ്ങൾ. അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർത്ത് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ഇതിപ്പോൾ ഞാൻ പരമാവധി സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കമൻറ്റ് നോക്കിയാൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതൊക്കെ മറ്റൊരവസരത്തിൽ അതിൻ്റെ മറുപടി പറയാം. അതുപോലെ തന്നെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാൽ മുറാദുകൾ ഹാസിലാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.